ഏറെ നാളത്തെ സ്വപ്നങ്ങൾക്ക് ഇന്നിവിടെ ചിറകുമുളയ്ക്കുകയാണ്. നമ്മൾ പുതിയൊരു രാജ്യത്ത് ഒറ്റയ്ക്കൊരു ബൈക്കിൽ കറങ്ങാനിറങ്ങുകയാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച് നടത്തിയ ആ ബൈക്ക് യാത്രയുടെ തുടർച്ച നമുക്ക് ഇവിടെയും ഇവിടുത്തെ ജീവിതങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ തുടരാം. സുലാവസി ദ്വീപിലെ മക്കാസർ എന്ന പട്ടണത്തിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. അറിയാത്ത വഴികളും അറിയാത്ത ഭാഷയുമായി പുതിയ രാജ്യത്തെ പുതിയ ഗ്രാമക്കാഴ്ചകൾ തേടി അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് നമ്മൾ. ആ യാത്ര നമ്മളെ ഇപ്പോൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് മലയടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. മനുഷ്യരാശിക്ക് തന്നെ ഏറെ പ്രത്യേകതകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഗ്രാമത്തിൽ. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രം അത് കണ്ടുപിടിച്ചത് ഈ ഒരു ഭാഗത്തുള്ള ഇവിടെയുള്ള ഒരു ഗുഹയിലാണ്. അങ്ങനെ ഒരു ഗുഹ ഇവിടെയുണ്ട് എന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഗുഹ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 45,500 വർഷം പഴക്കമുള്ള ആ ചുവർ ചിത്രം ഇവിടെയുള്ള ഗ്രാമത്തിലെ ഒരു ഗുഹയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇവിടെ ഉണ്ടല്ലോ ഈ പാടത്തിൻ്റെ ഇങ്ങറ്റത്തായിട്ട് ഇതാ ആ ഒരു ഭാഗത്ത് ഒരു ഒറ്റപ്പെട്ട ചെറിയൊരു വീടുണ്ട് കേട്ടോ. മെന്തവായ് കാട്ടിലെ മനുഷ്യർക്കൊപ്പം ജീവിക്കാൻ നിങ്ങൾക്കും ഒരു അവസരം. പോരുന്നോ നിങ്ങൾ എൻ്റെ കൂടെ മെന്തവായ് കാടിനെ അടുത്തറിയാൻ? മെയ് 18 മുതൽ 23 വരെ നമ്മൾ നടത്തുന്ന ഈ ഒരു യാത്രയിലുണ്ടല്ലോ പരിമിതമായ കുറച്ച് സീറ്റുകൾ കൂടി ഇനി ബാക്കിയുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് സീറ്റുകൾ ബുക്ക് ചെയ്യണേ. നമ്മുടെ ഗുഹയിലോട്ട് കുറച്ചും കൂടി ദൂരമുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി ചുറ്റും മലയാണ് കേട്ടോ. ആ മലയുടെ ഒരു ഭാഗത്തായിട്ടാണ് ഇതാ ഇങ്ങനെ പരന്ന് നമ്മളുടെ പാടം നെൽകൃഷി ഉള്ളത്. നൈസ്. ആ മലയ്ക്കാണെങ്കിൽ അത്ര വലിയ ഹൈറ്റും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്നെ കൂടാതെ വേറെ ഉള്ളത് ഇതാ ആ 2 പശുക്കളാണ്. അവർ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നുണ്ട്. ഈ ആരുടെ ഇവൻ ഇതുപോലൊരു സാധനത്തിനൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ. എന്താ ഈ ഒരു മതിലിൻ്റെ ഇതാണ് ഗേറ്റ് കേട്ടാ. നോക്കിയേ നിങ്ങൾ, 45,500 വർഷം പഴക്കമുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ചരിത്രം ഇവിടെ പൂട്ടി വെച്ചേക്കുന്ന 2 കൊമ്പ് വെച്ചിട്ടാണ്. നോക്കി നിങ്ങൾ. എന്തൊരു വിരോധാഭാസം. എന്തായാലും ഈ പൂട്ട് നമുക്ക് തുറക്കാം, എന്നിട്ട് അകത്തോട്ട് വെച്ച് കയറാം. വേറെ ആരും ഇല്ലല്ലോ അല്ലേ? പുലിയൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ. യെസ്, കുറച്ച് ആളുകൾ എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഉണ്ടോ ചെളി ചവിട്ടിയ പാട് കാണാറുണ്ട്. ഇപ്പോൾ അടുത്തെങ്ങാണ്ട് ആളുകൾ ആരോ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തോ അടച്ചിട്ടാണല്ലോ ദൈവമേ ഉള്ളത്. ലോക്ക്ഡൗൺ ആണല്ലോ, കയറാൻ പറ്റൂലേ? അയ്യോ പണിപാളിയോ. ഇവിടെ നിന്ന് വെള്ളമൊക്കെ വീഴുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ലിയാങ് തെമ്പുസുങ് മറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കമ്പിവേലി കൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. കയറാണ്ട് വഴിയില്ല. ഞാൻ ഇത്രയും ദൂരം ഇത് തപ്പി വന്നതല്ലേ, ഞാൻ എങ്ങനെ കയറും? ചാടിക്കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കുറച്ചധികം നേരം ഞാൻ ആ ഒരു ഗേറ്റിന് പുറകിൽ കാത്തു നിന്നു കേട്ടോ. ആരെങ്കിലും വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. ഇത്രയും ദൂരം ഇത് മാത്രം തപ്പി വന്നതല്ല. അതിൻ്റെ സൈഡിൽ കൂടി ഒരു ഇടവഴി ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കയറിയേ. ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ ഒരു പാലം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതാണ് ശരിക്കും എക്സാക്റ്റ് ഗുഹ എന്ന് പറയുന്നത്. മേലെ നല്ല ഉറവായിന്ന് വെള്ളം വീഴുന്നതാണ് ഈ കാണുന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒച്ച കേൾക്കുന്നത്. ഈ ഗുഹയിൽ പിക്ചർ എവിടെയാണെന്നുള്ളത് ഇതിലേ പോയി നോക്കാം. എവിടെയാണ് എന്തോ. ശരിക്കും പണ്ടൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഈ ഗുഹയിലെ മനുഷ്യർക്ക് പ്രത്യേകിച്ചൊന്നും കുഴിക്കുകയോ കൊത്തുകയോ ഒന്നും ചെയ്യാതെ താമസിക്കാമല്ലോ. അതൊക്കെ കൊണ്ടായിരിക്കും ആളുകൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടാവുക. തേമ പിക്ചർ എവിടെയാണ് എന്തോ. ഇവിടേക്ക് ഇതിങ്ങനെയാണ് കേട്ടോ കാഴ്ചയെ. ഇതേ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വഴിയുണ്ട്, ഇതിലെയൊക്കെ വഴിയുണ്ട്. എന്നാലും ആ ഒരു ഫോട്ടോയും പോട്ടെ, ചുവർ ചിത്രം ഇവിടെ പ്രധാനമായിട്ടുണ്ടല്ലോ ഈ വാളിലൊക്കെ മുഴുവൻ എന്തൊക്കെയോ വന്നു ഒരു വെള്ള കളർ പൂപ്പിൽ പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കുടുങ്ങിപ്പോയാൽ പോലും. യെസ് എനിക്ക് കാണാൻ പറ്റി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് കണ്ടുകളെ, അവിടെ ഒരു കൈപ്പത്തിയുടെ പോലത്തെ പാട് കണ്ടോ. 45,500 വർഷം പഴക്കമുള്ള കൈപ്പത്തിപ്പാടാണ് കേട്ടോ. അത് കൂടാതെ അവിടെ മാത്രമല്ല ഇപ്പോഴത്തെ സൈഡിലൊക്കെ ഉണ്ടാവേണ്ടതാണ്, ഒന്നും കാണാനില്ല. മേലഭാഗമൊക്കെ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരെണ്ണം കണ്ടു. ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗത്തേക്ക് കൂടി കാണുന്നുണ്ടേ. അപ്പോൾ ഇതിലേക്ക് കയറി നോക്കാം. ശരിക്കേ
ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിഗ്, ഒരു പന്നിയുടെ ചിത്രം. അതാണ് ശരിക്കും അത്രയും പഴക്കമുള്ള ഒരു ചിത്രം പോലെ വരച്ച് വെച്ചേക്കുന്നത്. ആ പന്നീനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പന്നി ഇവിടെ എവിടെയെങ്കിലും കാണും പന്നി. നിങ്ങൾ നോക്കുക കേട്ടോ, ഈ റൂഫിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഒരു പന്നിയുടെ ചിത്രം കാണുന്നുണ്ടോ എന്നുള്ളത്. ചെറിയ കളിയൊന്നുമില്ല, 45,500 വർഷം പഴക്കമുള്ള ചിത്രമാണ്. ഇവിടുന്ന് ഇതിൻ്റെ ഒരു സാധനം എന്താ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കയറി. അപ്പോൾ എനിക്ക് ഈ ഗുഹ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കപ്പോൾ ഭ്രാന്ത് കയറും. ഇങ്ങനെ കയറി പോകാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. എവിടെ വരെ എത്തുന്നൊന്നും അറിയില്ല, പോയി നോക്കാം. പാമ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എൻ്റെ ഇട പൊന്നെ, ഇത് ഇങ്ങനെ പോകാൻ നോക്കിയേ, എന്താ പറയുകയാണ്? അയ്യോ, ഇതവിടെ ഇങ്ങോട്ടൊക്കെ വലിയ കുഴിയാണ്. പന്നിയുടെ ചിത്രം. ഇതിൻ്റെ അകത്ത് പന്നീനെ എവിടെ തിരിയാൻ നോക്കി ഞങ്ങൾ മൊത്തം പോപ്പിൽ കയറിയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇതൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ എന്താ പറയുക, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടെ എവിടെയും പന്നി ഉണ്ടോ? ഇല്ലല്ലേ. ശടാ, ഈ സൈഡിലില്ല. അപ്പാ, ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. ഇവിടെ ഈ മേലെ ഭാഗങ്ങളിലായിരിക്കും മെയിനായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. ഒരു കൈപ്പത്തി കണ്ടു. ആ കൈപ്പത്തിക്ക് എന്തായാലും 45,000 സംതിങ് വർഷം പഴക്കമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്ക് കേട്ടോ നിങ്ങളെ. ഈ ഒരു ഗുഹയുടെ ഉണ്ടല്ലോ മേലെ ഭാഗത്തൊക്കെ ശരിക്കും ചിത്രപ്പണികളും പെയിൻ്റൊക്കെ അടിച്ച പോലെയാണ് കേട്ടോ. ശരിക്കും പെയിൻ്റൊന്നും അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് പൂപ്പലൊക്കെ വന്ന് കളർ മാറിയതാണ്. അതുകൂടാതെ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഈ ഒരു താഴെ ഭാഗത്തായിട്ട് വെള്ളമുണ്ട് കേട്ടോ, ഉറവ് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആളുകൾ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് ആളുകൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് താമസിച്ചു എന്നൊക്കെ മനസ്സിലായില്ലേ. വെള്ളത്തിൻ്റെ സ്രോതസ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇവിടെ വന്ന് താമസിക്കാനൊക്കെ ഉള്ള കാര്യം. ഞാനെന്നാലും ആ ഒരു പന്നിയുടെ ചിത്രമാണ് കേട്ടോ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ച പോലെയാണ് കേട്ടോ ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കുന്നത്. ഞാനുണ്ടല്ലോ ഇതിൻ്റെ മറ്റൊരു കേവിൻ്റെ ഉള്ളിലേക്ക് വന്നു, അതിനോട് ചേർന്ന് തന്നെയുള്ളത്. അപ്പം ഞാൻ ഈ ഒരു പിക്ചറിലും ഒക്കെ കണ്ടത് വെച്ചിട്ട് ഈ ഒരു വാളാണ് അതിന് ആകാൻ സാധ്യത, ആ പറയുന്ന പിഗിൻ്റെത്. പക്ഷെ ഇവിടെ എല്ലാം എന്തെല്ലോ വന്ന് ഒലിച്ച് മൊത്തം മങ്ങിയിട്ടുള്ളത്. ചേടാ, എന്നാലും എൻ്റെ പിക്ക് ഇവിടെ നീ ഇരുവാളി എവിടെയോ ഉണ്ട്. കൈപ്പത്തി മാത്രം നമുക്ക് കിട്ടി, പിഗിനെ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പച്ചപ്പ് കയറി പിന്നെ പൂപ്പലും പായലൊക്കെ കയറി പോവുകയാണത്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത. എവിടെ എൻ്റെ പിക്ക് എവിടെ? കണ്ടോ, വെള്ളമൊക്കെ ഒലിച്ച് എന്തായാലും പോവും, ഷുവറാണ്, സംശയമൊന്നും വേണ്ട. ഷോ, ഒടുവിൽ ഇത് കണ്ടോ നിങ്ങൾ, കാണുന്ന അവിടെ ഒരു കൈപ്പത്തി വീണ്ടും നമുക്ക് കാണാം. ഇതുണ്ട, ആ കൈപ്പത്തിയോട് ചേർന്നിട്ടാണ് ഈ ഒരു പോർഷനിലാണ് പിഗ് ഉണ്ടായിരുന്നത്. 2 കൈപ്പത്തിയുടെയൊക്കെ അടുത്തടുത്തായിരുന്നതുണ്ട്. അവിടെ എല്ലാം കുറച്ച് കൈപ്പത്തിപ്പാടുകൾ നമുക്ക് കാണാം. അത് മാത്രമേ തിരിയുന്നുള്ളൂ. പിഗിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, മൊത്തം പൂപ്പിൽ കയറി. ഇനിയിപ്പോൾ ഇതെങ്ങനെ വൃത്തിയാക്കിയെടുക്കും ഇവർ? 5 വർഷം മുമ്പ് യൂട്യൂബിൽ വന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അന്ന് അവർ ഈ ഒരു ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ ആ ഒരു പിഗിൻ്റെ ചിത്രം കേട്ടോ. ശാസ്ത്രീയമായ വഴിയിലൂടെ സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു ചിത്രത്തിന് 45,500 വർഷത്തിന് മേലെ പഴക്കമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. ഗുഹയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരു പന്നിയല്ല പല പന്നികളുടെ ചിത്രമുണ്ടായിരുന്നു. അതുകൂടാതെ ഇതിൻ്റെ ചുറ്റുപരിസരത്തായിട്ട് വേറെയും ലൈം സ്റ്റോൺ കേവുകളുണ്ട്. അവിടെ നിന്നും സമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു കേട്ടോ. 65,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിലേക്ക് മനുഷ്യരെത്തിപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയ മനുഷ്യരുടെ പൂർവികരായിട്ടുള്ള ആളുകളായിരിക്കണം ഈ ഒരു ഭാഗത്ത് താമസിച്ചിട്ടുണ്ടാവുക. അവർ വരച്ച ചിത്രങ്ങളായിരിക്കണം ഇത്. എന്തായാലും അങ്ങനെ നമ്മുടെ മനുഷ്യരാശിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്തായാലും ആ ഒരു ചിത്രത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കാണാൻ പറ്റിയതിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഉണ്ടാവില്ല, മൊത്തം പോവും. അപ്പം അതിലും വളരെയധികം സന്തോഷം. അത് നിങ്ങളെയൊക്കെ കാണിച്ച് തരാൻ പറ്റിയതിലും സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചു പോകാം ആ സന്തോഷത്തോടെ. ഞാൻ നമ്മുടെ ഗേറ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുവാണ്. വെയിൽ വീണ്ടും വന്നു കേട്ടോ, നല്ല ചൂട്. ഹായ് ഇക്രാം. ഓക്കെ ബൈ. ഓക്കെ ഗോ, ഐ വിൽ വാക്ക്. ഇക്രാമിനെ ഞാൻ ഇവിടെ വെച്ച് ഇപ്പോൾ കണ്ടതാണ്.
അപ്പോൾ പുള്ളിക്കാരൻ ഇവിടം വരെ എവിടെയും വന്നതാണ്. അപ്പം എന്നോട് വേണമെങ്കിൽ അവിടം വരെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഞാൻ ആ വാളിൻ്റെ പെയിൻറ്റിൻ്റെ കാര്യവും പിന്നെ കൂടുതൽ ഗുഹകൾ എന്താണെന്നുള്ളത് പുള്ളിനോട് ട്രാൻസ്ലേറ്റർ ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ക്യാഷ് തന്നാൽ കൊണ്ടുപോകാമെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്നാലേ. തിരിച്ച് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയും ലഗേജും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് വെള്ളം കിട്ടുമോ നോക്കട്ടെ കടയിലെങ്ങാനും പോയിട്ട്. നമുക്ക് ഇവിടെയൊക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഐസ് ടീ ആണ്. ഐസ് ടീ നമുക്ക് ഇങ്ങനെ കവറിലാക്കി കിട്ടും കേട്ടോ. ഹലോ അപ്പാ കബാർ. ഓക്കെ അപ്പാ കബാർ. ഇവരുടെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പേ. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ആ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഇനിയിപ്പം നമ്മളുടെ ഈ സൈഡിൽ കൂടി കാണുന്ന വഴിയില്ല, ഈ വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ റമങ് എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള ഇവിടുത്തെ ഒരു ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ഒരു പ്രദേശമാണ്. സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഏരിയ ആണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. കൂട്ടിന് വണ്ടി കൂടി കയ്യിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ എനിക്കെന്തോ ചിറക് മുളച്ചിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും പോകാം, ഏത് ഉൾക്കാട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാം, ഏത് ഗ്രാമവഴിയിലൂടെ നമുക്ക് കയറി പോകാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇവിടെ അടുത്ത് വേറെന്തോ ഒരു സ്പെഷ്യാലിറ്റി സ്ഥലമുണ്ട് അത്രേ, പക്ഷെ ആ വഴി തെറ്റിപ്പോയി. ഈ മലയുടെ അങ്ങ് ആ സൈഡിലോട്ട് കയറണം. ബാ പോയി നോക്കാമല്ലോ. ഇവിടെയാണോ എന്തോ ഉലുവേ. യെസ്, ലിയാങ് ഉലുവേ. ആ ഉലുവേ തന്നെ. അങ്ങ് പോവലാണ് കേട്ടോ. എന്തെങ്കിലും കണ്ടാ കണ്ടു. ആ ഇത് തന്നെ ഉദ്ദേശിച്ച സ്ഥലം. അമ്മേ കുത്തുവോ പശു. ആ ഇത് കണ്ടങ്ങൾ ഇവിടെ കണ്ടത്തിൻ്റെ നടുക്ക് കുറേ കറുത്ത പാറകളിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നൈസല്ലേ. പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ച പോലെ. ഓ ഓ എൻ്റെ അമ്മ ഉലുവേ. ഓ ഇതിൽ വരുമ്പോൾ ഇങ്ങനെ ആവും എന്നുള്ളതാണ് ഉലുവേ എന്ന് പേരിട്ടത്. ഞാൻ കണ്ടോ നിങ്ങൾ നമ്മളുടെ പച്ചപ്പുള്ള പാടത്തിൻ്റെ നടുക്ക് കറുത്ത കുറേ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ച പോലെ ചിതറിക്കിടക്കുന്ന പാറകൾ. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കാണുന്ന മലനിരയില്ലേ, ആ മലനിരയിൽ നിന്നും ഏതെല്ലോ കാലത്ത് അടന്ന് വീണ് ഒഴുകി ഒലിച്ച് വന്ന് ഇങ്ങനെ ഈ ഒരു പാടത്ത് കിടക്കുന്നതാണ് കേട്ടോ. ഞാനേ വീണ്ടും ഈ വഴി തന്നെ ഒന്ന് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയി നോക്കുവാണ്. നമ്മുടെ കയ്യിൽ വണ്ടിയല്ലേ ഇരിക്കുന്നത്, ഫുൾ ടാങ്ക് എണ്ണയല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വേണേലും എങ്ങോട്ട് വേണേലും പോകാമല്ലോ. അഹങ്കാരം. എന്തായാലും ഇൻ്റർലോക്ക് ചെയ്ത് ഇവിടെ റോഡ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ റോഡ് തീരുന്ന വരെ പോകാമെന്ന് വെച്ചു. ഇതൊന്നേ മുമ്പിൽ അതെന്താ കാണുന്നത്? ഇത് ഇവിടുത്തെ ശവപ്പറമ്പായിരുന്നു കേട്ടോ. സിമിത്തേരി. കുറേ കളർഫുൾ കല്ലുകളൊക്കെ ഉണ്ട് കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിമിത്തേരികളുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇതാ ഇവിടെ ഒരു വീടും. ചേട്ടാ ഇവിടെ ഇങ്ങനെ പ്രേതങ്ങളൊന്നും ഇല്ല പോലും. ഈ നാട്ടിലില്ലാന്ന് തോന്നുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത്ര അടുത്ത ആൾക്കാർ താമസിക്കുക. ഇവിടെ എത്തിയപ്പോഴത്തേക്കും റോഡ് ഓഫ് റോഡായി മാറി. ഓഫ് റോഡെങ്കിൽ ഓഫ് റോഡ്, ഓൺ റോഡെങ്കിൽ ഓൺ റോഡ്. നമുക്ക് അങ്ങ് പോകാം. അവിടെ രണ്ട് ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്. ഫോട്ടോ വലിക്കാൻ വേണ്ടി കയറി നിൽക്കുന്നതാണോ എന്തോ. എന്തായാലും കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം. ഇൻ്റർലോക്ക് തീരുന്ന വരെ എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ പ്ലാൻ മാറി കുറച്ചുകൂടി മുമ്പോട്ടേക്ക്. എനിക്കൊരു രസമില്ല അല്ലേ ഇങ്ങനെയുള്ള എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടി ഓടിച്ച് വരുന്നത്. ഹലോ. അവരൊക്കെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. ഇത് എങ്ങടാ വെച്ച് പിടിക്കുന്നുള്ളത്. നേരെ ആ ഒരു മലയില്ലേ, ആ ഒരു മലയുടെ അടിവാരത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ. താമസിക്കാനുള്ള വീടുകൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം. അവിടെ ഒരു ഗുഹയുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഭൂപ്രകൃതി എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ മതിൽ കെട്ടിയ പോലെ ഈ ഒരു മലകൾ വന്ന് അങ്ങോട്ട് നിറഞ്ഞേക്കാണ്. ഇവിടെ എല്ലാ ഒരു നോക്കി 90 ഡിഗ്രി ചെരിവിൽ മരം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. മേലോട്ടേക്കൊന്നും എന്തായാലും മനുഷ്യന്മാർക്ക് കയറിപ്പോലെ നടക്കില്ല. ആ ഒരു ഭാഗത്താണ് ആ ഉലുങ്ങുലുങ്ങ് എന്ന് പറയുന്ന ഗുഹ എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഇവിടെ ഉള്ളത് ഉണ്ടെങ്കിൽ ഗേറ്റ് എല്ലാം അടച്ചിട്ടേക്കുക. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് മേ ബി, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് മുമ്പോട്ടേക്ക് പോയിട്ട് മലയിലടിച്ച് നിൽക്കേണ്ടി വരും. നേരെ മെയിൻ റോഡിൽ കയറിയിട്ട് അതുവഴി എങ്ങോട്ടേക്കാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ് പോക്ക് എന്നുള്ളത് നോക്കാവേ. ബാ പുറകെ കയറിക്കോ.
ഓഫ് റോഡിൽ ഇങ്ങനെ കുറേ വന്ന് എത്തിപ്പെട്ടു. നമ്മൾ വീണ്ടും റോഡ് കണ്ടേ, നല്ല റോഡ് കണ്ടേ. പച്ച വിരിച്ച പാതയിലൂടെ റമങ് പമങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രം അറിഞ്ഞു വെച്ചിട്ട് നമ്മളിതാ വീണ്ടും മുമ്പോട്ടേക്ക് പ്രയാണം തുടരുകയാണ് സുഹൃത്തുക്കളെ. രസമാണ് കേട്ടോ ഇങ്ങനെ അറിയാത്തൊരു വഴി, അറിയാത്തൊരു സ്ഥലത്തേക്കൂടി, അറിയാത്ത ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. വീണ്ടും കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് ഇവിടുത്തെ ഒരു ആർക്കിയോളജിക്കൽ പാർക്കിലേക്കാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയും നമ്മൾ മുമ്പേ കണ്ടതുപോലുള്ള ഗുഹകളും ആ ഒരു ഗുഹയിലെ ചില ചിത്രങ്ങളും ഒക്കെയുണ്ട്. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആർക്കിയോളജിക്കൽ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ പാടത്ത് നിങ്ങൾ പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്ന പ്രതിമ പോലുള്ള കറുത്ത കല്ലുകൾ കാണുന്നില്ലേ? ഇതുപോലുള്ള പ്രതിമ കല്ലുകൾ അവിടെ ഒരുപാടുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ളത്. അതൊക്കെ കാണാനൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് വന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല വിശാലമായിട്ടുള്ള ഒരു തുറസായിട്ടുള്ള മേഖല. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു മലനിരകളുടെ നല്ല ഭംഗിയുള്ള കാഴ്ച കാണാവേ. കുറച്ച് അധികം നേരം ഉണ്ടല്ലോ ഞാനിതാ ഇവിടെ നിന്ന് നമുക്ക് റീൽസിനൊക്കെ കുറച്ചധികം വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പം നമുക്ക് പോകാം. നല്ല വെയിലും ആയി തുടങ്ങി. ആ ഒരു ഭാഗത്താണെങ്കിൽ കാർമേഘവും മൂടി തുടങ്ങിയിട്ടുണ്ട്. വയോ. താഴ്വാരങ്ങളിൽ പ്രധാനമായിട്ടും നെൽകൃഷിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അതുകൂടാതെ ഞാൻ പോകുന്ന വഴിക്ക് ലൈം സ്റ്റോണിൻ്റെ ചില കോറികൾ കൂടി കണ്ടു. ജനവാസ മേഖലകൾ ഇതുപോലെ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇടയ്ക്ക് ചെറിയ ഇതുപോലുള്ള ഒറ്റപ്പെട്ട വണ്ടികളും വരുന്നുണ്ട്. നമ്മളെ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് വരുമ്പോഴത്തേക്കും പക്കാ ഒരു ഗ്രാമ മേഖലയിലേക്ക് എത്തിയേ. ഇവിടുത്തെ വീടുകളൊക്കെ റോഡിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ഇങ്ങനെയാണ്. ഇതുണ്ട് നിങ്ങൾ, നെൽകൃഷിയാണ് ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞല്ലോ. അന്നേരം വിളവെടുപ്പിന് ശേഷമുള്ള നെല്ലൊക്കെ ഇത് ഇവിടെ നിന്ന് വീടിൻ്റെയൊക്കെ മുമ്പിലിട്ട് ഉണക്കുന്ന കാഴ്ചയൊക്കെ കാണാം. ആ ഒരു വീടൊക്കെ കണ്ടോ നിങ്ങൾ? ശരിക്കും തകര ഷീറ്റ് കൊണ്ട് മേഞ്ഞ് ആ ഒരു തൂണിന് മേലെയായിട്ട് അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട് അതവിടെ ഇതൊക്കെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ദൂരെയുള്ള മലയുടെ താഴ്വാരത്തു നിന്നാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ അവരെ കൈവീശി കാണിച്ചപ്പം അവർ നോക്കി ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി അവരുടെ ഏത് നെല്ലാണ് ഏത് അരിയാണ് വൃത്തിയാക്കുന്നതെന്നുള്ളത് നോക്കാമല്ലോ. നല്ല നീളമുള്ള നെല്ലാണ് കേട്ടോ. അപ്പം കബാർ നാസി നാസി, ഇവിടെ അരിക്ക് നാസി എന്നാണ് പറയുന്നത്. അതിപ്പം ഇതാക്കി എടുത്ത സാധനം ഇവർ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളയിരിയില്ല, ആ പോലത്തെ അരിയെ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഭാഷ അറിയില്ല, അതുകൊണ്ട് പിന്നെ വിഷയമൊന്നുമില്ല. ഇവർക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല, എനിക്ക് ഇവരുടെ ഭാഷ അറിയില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. റമങ് റമങ്, യെസ്. ട്രാൻസ്ലേറ്റർ കൊണ്ട് വരുന്നിട്ട് കേട്ടോ. കശുമാവും അതുപോലെ തന്നെ വാഴയും പിന്നെ ചിലിമ്പിക്കയൊക്കെ ഉള്ള ഒരു സുന്ദരമായിട്ടുള്ള വീട്. താഴെ വന്നിട്ട് ഇവർ ഈ അരിയും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുകയാണ് കേട്ടോ. നാസി സ്റ്റോറേജ്. ആ, മേലെയാണ് ഇവർ താമസിക്കുന്ന സ്ഥലം വരുന്നത്. അതിനിതാ ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇതേണ്ട, ഈ ഒരു സ്റ്റെപ്പ് വഴി വേണം കയറി മേലോട്ടേക്ക് പോകാൻ വേണ്ടി ഇവർ താമസിക്കുന്ന വീട് കേട്ടോ. Rumah Panggung. ഓക്കെ, അതാണെന്ന് തോന്നുന്നു ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ഓക്കെ, നൈസ്. ബൈ ബൈ. See you. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇവരോട് ഇടപെടുന്നത് കേട്ടോ. ഇവർക്ക് ഇവിടെ പ്രധാനമായിട്ടും നെൽകൃഷിയാണ് പരിപാടി. ഇത് ഇവരുടെ വീടാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെയാണ് ഭാഷ അറിയാത്തൊരു നാട്ടിൽ വന്നിട്ട് ഇത്രയൊക്കെ മനസ്സിലാക്കിയില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് സർവൈവ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ പോവാം. നില ഉഴയുള്ള ട്രാക്ടർ ഇതാ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറമായിട്ടുണ്ടല്ലോ ഈ കാണുന്ന തീവഞ്ഞ പെയിൻ്റ് അടിച്ച ആ ഒരു കവാടത്തിനപ്പുറം കാണുന്നതാണ് കേട്ടോ ഈ ഒരു നാട്ടിലെ UP സ്കൂള്. പിള്ളേരെ കണ്ടെങ്കിൽ ചെറിയ പയ്യനാണ് ആ വണ്ടി ഓടിച്ച് പോകുന്നത്. വെറുതെ അല്ല എന്നോട് ഇവർ ലൈസൻസ് ഒന്നും ചോദിക്കാണ്ടിരുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പിള്ളേരെ സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ കാണാം. അങ്ങനെ റൈഡ് ചെയ്ത് കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഈ ഒരു നാടിൻ്റെ ഒരു ചെറിയൊരു ടൗൺ ഏരിയ എന്ന് തോന്നിക്കുന്ന പോലൊരു മേഖലയിലേക്ക് എത്തി. നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ എസ് കാമ്പൂർ.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മറ്റേ വലിയ പയറില്ലേ, വലിയ പയറിൻ്റെ അകത്ത് ഈ പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഫറൂഖിൻ്റെ കൂടെ പോയപ്പോൾ ഫറൂഖ് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ആ സാധനം ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിക്കാം. പ്രോട്ടീൻ റിച്ച്. ഇവിടെ അത് മാത്രമൊന്നുമല്ല, വേറെയും എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു നോക്കട്ടെ, കിട്ടുമോ എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് കുറച്ച് കടലയും അതുപോലെ ഓക്കെ എന്തെല്ലോ വെള്ളം കാര്യങ്ങളൊക്കെ കലക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പാലുണ്ട് എന്തായാലും, കൂടാതെ കണ്ടൻസ്ഡ് മിൽക്കും ഉണ്ട്. ഇവിടെയുള്ള ഈ ചേച്ചിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാം വീഡിയോ കോളിൽ വന്നതാണ്. ഹലോ. അപ്പോൾ ഞാൻ അവരെ കാണിക്കുന്നുണ്ട്. ഈ സാധനം നൈസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഐസും കൂടി ഇട്ട് തരുമ്പം ഈ ചൂടിന് നല്ലൊരു ആശ്വാസവും പിന്നെ അത്യാവശ്യം വിശപ്പൊക്കെ ഒന്ന് മാറും. നൈസാണ്. കഴിച്ചു കഴിഞ്ഞു. 5000 രൂപ, അതായത് നമ്മുടെ ഒരു എത്ര രൂപ വന്നിട്ടുണ്ടോ, നമ്മളൊരു 20 രൂപ അത്ര റേറ്റാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ബൈ ബൈ. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് വന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരുടെ കൂടെ ഒക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തെർമക്കാസി. ഈ ഒരു ടൗണ് തന്നെ നിൽക്കുന്നത് ആ ഒരു മലയടിവാരത്താണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ ലൈം സ്റ്റോൺസ് കണ്ടില്ലേ, കുറേ എണ്ണം ഇടിഞ്ഞ് വീണ് ഇവിടെയും ഗുഹയൊക്കെ പോലെ ആയിട്ടുണ്ട്. അവരോട് ഭയം പറഞ്ഞ് ഞാൻ നേരെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്, ആ ഒരു പാലമെല്ലാം കടന്ന് ഒരു ജംഗ്ഷനായിരുന്നു. അവിടെ നിന്ന് വഴി ചോദിച്ചു കറക്റ്റായിട്ട് റമങ് എന്ന് പറയുന്ന സ്ഥലം, അതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം കേട്ടോ. ഓൺ ദ വേയിലേ ഇതുണ്ടോ, ഇവിടെയായിട്ട് നമുക്കൊരു ഫാക്ടറി വലുത് കാണാതെ ബർണസ് ഒക്കെ കണ്ടോ നിങ്ങൾ. ഇതുപോലെ ലൈം സ്റ്റോൺസ് ഉള്ള സ്ഥലത്ത് എന്ത് ഫാക്ടറി ആയിരിക്കും ഉണ്ടാവുക? അതെ, സിമെൻറ്റിൻ്റെ ഫാക്ടറി കേട്ടോ. അങ്ങ് അപ്പുറമായിട്ട് വലിയൊരു മല കട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫാക്ടറിയാണിത്. ഹെക്ടർ കണക്കിന് ഏരിയയിൽ പടർന്നു കിടക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതിന് ചുറ്റും വലിയ മതിലൊക്കെ ഇവർ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറങ്ങി തിരിഞ്ഞ ഫാക്ടറിയുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തിയേ. എനിക്ക് അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അതോട്ട് കയറി പോകാനൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അങ്ങ് ദൂരെ അവിടെയായിട്ട് അതിൻ്റെ കൂറ്റനൊരു ടവർ കാണാം കേട്ടോ. ഇവിടെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കി ഞങ്ങൾ വലിയൊരു ലൈം സ്റ്റോൺ മലയാണ് കേട്ടോ. അതുകൊണ്ടോ അതിൻ്റെ നേരെയല്ല ഉരുളൻ കല്ലുകൾ. ദൈവമേ, എന്ത് ധൈര്യത്തിലാണ് അതിൻ്റെ താഴെ പോയി നിൽക്കുക എന്നുള്ളതാണ്. ഏത് നിമിഷം വേണമെങ്കിലും സാധനമൊക്കെ അടർന്ന് വീഴാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതിൻ്റെ താഴെ നിന്നാണെങ്കിൽ നോക്കുക നിങ്ങൾ, വേറൊരു കാര്യം, അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇടിച്ച് പൊട്ടിച്ച് സിമെൻറ്റ് ഫാക്ടറിയിലോട്ടും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ടുപോകും കേട്ടോ. നിർമ്മാണ പ്രവർത്തികൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ട് പൊട്ടിക്കുന്നതാണ്. പക്ഷെ അടിയിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ മല അടുത്തൊരു 1-2 വർഷത്തിനുള്ളിൽ പൊളിഞ്ഞ് താഴെ വീഴും കേട്ടോ, ഷുവറാണ്. ഞാൻ ഈ ഒരു പാലം കയറി വന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഇവിടെ നിങ്ങളൊന്ന് നോക്കി, നമ്മൾ വിചാരിക്കും വെറും മല മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത്. അല്ല കേട്ടോ, മല മാത്രമല്ല, ഇതേ മലയുടെ താഴെ അത് വന്നിട്ട് നമ്മളുടെ ആ ഒരു കല്ലാണ്. ആ കല്ലെല്ലാം വെള്ളമൊക്കെ ഒഴുകി അതിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി വേറെ ഷോപ്പൊക്കെ ആയിട്ട് ഇതുണ്ടെങ്കിൽ നൈസല്ലേ. അതവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇങ്ങനെ ബാക്ക് വാട്ടർ പോലെ, നമ്മുടെ ആലപ്പുഴയിലെ പോലെ ബാക്ക് വാട്ടർ പോലെ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് വലിയ എന്തോ കറുത്ത മന്ദിരം പോലെ. ആ കാണുന്നതൊക്കെ മലയാണ്, കറുത്ത മല. ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകതയെ. റമങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾ വരാനുള്ള പ്രധാന കാരണവും ഈ ഭൂപ്രകൃതിയും ഇവിടുത്തെ ഈ ഒരു സൗന്ദര്യവും ഒക്കെയാണ്. നമ്മൾ നേരെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ഇതുപോലുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ വരണമെന്നും ഇതിലേ ഇങ്ങനെ നമ്മളുടെ വണ്ടി ഓടിച്ച് നടക്കണമെന്നൊക്കെയാണ് കേട്ടോ ഞാനും ആഗ്രഹിച്ചത്. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നൈസ്. ശരിക്കും ഇവിടെ ഇതിപ്പോൾ പുത്തൻ വിത്ത് ഇടുന്ന ടൈമാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി വിത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പച്ചപ്പ് ഇങ്ങനെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വിളവെടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഗോൾഡൻ കളറിലേക്ക് ആ നെല്ലൊക്കെ മാറി നിന്നിട്ട് ആ ഒരു സമയത്തും കാണാൻ ഭംഗിയായിരിക്കും. ഈ ഒരു സമയത്ത് ഒരു മണ്ണിൻ്റെ വേറൊരു ഭംഗി, ആ ഭംഗി തന്നെ. അങ്ങോട്ടേക്ക് വിശാലമായിട്ടുള്ള നെൽപ്പാടം അങ്ങനെ അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും ഇവിടെ നിങ്ങൾ നോക്കിയേ, ശരിക്കും മനുഷ്യനുണ്ടാക്കിയെടുത്താൽ പോലും ഇത്രയും ഭംഗി വരില്ല കേട്ടോ. കുറേ മലനിരകൾ അങ്ങനെ കിടക്കുന്നു. എന്നിട്ട് ഈ ഒരു നിരന്ന പ്രദേശത്ത് പാടത്തിൻ്റെ അവിടെയായിട്ട് കേട്ടോ കുറേ അധികം പ്രതിമകൾ ഉണ്ടാക്കി വെച്ച പോലെ തന്നെ ആ ഒരു മലനിരകളുടെ ചെറിയ ചെറിയ മേ ബി പണ്ട് വലിയ മലയായിരുന്നിരിക്കണം, അതിങ്ങനെ സൂക്ഷിച്ച് ഇത്രയും ആയതായിരിക്കണം. എന്തായാലും ഈ ഒരു പനയുടെയൊക്കെ കൂടെ ഈ ഒരു നെൽപ്പാടത്തിലും ഈ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് പ്രത്യേകമായിട്ടൊരു ഭംഗിയുണ്ട് കേട്ടോ. പാലക്കാട് ആണെന്ന് ഒരിക്കലും ആരും ഇത് കണ്ടാൽ പറയില്ല.
റോഡ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ടും എന്തുകൊണ്ടെങ്കിൽ ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. ശരിക്കും വീടുകളെല്ലാം തന്നെ തൂണിന് മേലെയാണ്. ഈ ഒരു ഗ്രാമത്തിനുള്ളിലേ നമുക്ക് കുറച്ച് ദിവസം താമസിക്കാനൊരു അവസരം കിട്ടിയെങ്കിലോ. ഞാൻ ഈ വെച്ചടിച്ച് പോകുന്നത് അങ്ങനെ ഒരു സ്ഥലം തേടിയിട്ടാണ്. ഇതിനുള്ളിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട്, നസ്രുൽ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. പുള്ളി അന്നേരം ഇപ്പോൾ ഇങ്ങനെ സ്റ്റേ കാര്യങ്ങളൊക്കെ കൊടുക്കും ഇവിടെ വരുന്ന ആളുകൾക്ക്. നമുക്ക് ഗ്രാമത്തിലൊരു വീട്ടിൽ താമസിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു നസ്രുലിനെ തപ്പിയാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ഒരു മസ്ജിദിൻ്റെ ഇതിലാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും. യെസ്, ചോദിച്ചോക്കാലോ. താമസിക്കാൻ വലിയ പൈസയൊക്കെ ആവുകയാണെങ്കിൽ താമസിക്കില്ല. പിന്നെ ഇതുപോലൊരു വീട്ടിലൊക്കെ വന്നിട്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. യെസ്, ദാറ്റ് ഈസ് നസ്രുൽ ഹോം സ്റ്റേ. ഇവിടെ നിന്നുണ്ടല്ലോ നല്ല വ്യൂ ഒക്കെയാണ്. ഇതിൻ്റെ ടോപ്പിലാണ് റൂംസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് 2.5 ലക്ഷം രൂപയുണ്ട്. അത്യാവശ്യം നല്ല പൈസയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇന്ന് മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടിങ്ങനെ നിൽക്കുന്നത്. ആകാശമാണെങ്കിൽ ഇരുണ്ട് മൂടുന്നുമുണ്ട്. ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തില്ല. ഇങ്ങോട്ട് പോകും എന്നുള്ളത്. 2.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1400 രൂപയോളമൊക്കെ വരും കേട്ടോ. മാക്സിമം ചിലവ് ചുരുക്കി കൂടുതൽ കാഴ്ചകളിലേക്ക് എത്തിപ്പെടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വ്യൂവർഷിപ്പ് ആണെങ്കിൽ നല്ല ഡൗണുമാണ്. ഈ ഒരു വ്യൂവർഷിപ്പ് വെച്ചിട്ട് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പൈസ നോക്കുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പണിയാവും. അതുകൊണ്ട് ഇനി ആകെ 2 റൂമേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂമും പോകും. പിന്നെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല ഈ മഴയത്ത്. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ഹായ്, താങ്ക് യു. ഇതാണ് നമ്മളുടെ റൂമെന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വൺ. യാ, ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. ഓ, ദിസ് ഈസ് ദ വ്യൂ. ഓ മൈ ഗോഡ്, ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ. യെസ്, മൗണ്ടൻസ് ഒക്കെ തൊട്ടടുത്താണ്. നമുക്ക് നടക്കാനൊക്കെ ഇറങ്ങാം രാവിലെ എണീറ്റിട്ട്. ഓക്കെ, നമ്മുടെ റൂമിൽ നിന്നത് വെറുതെ ആയില്ല. ഓക്കെ, ഞങ്ങൾ മഴ 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 പെരുമഴ. നമ്മുടെ വണ്ടി താഴെ നനയുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്ത ഈ ഒരു തീരുമാനം എന്തുകൊണ്ടും നല്ലതായി മാറിയത്. അല്ലെങ്കിൽ ഈ മഴയൊക്കെ ഞാൻ നിന്ന് നനയേണ്ട വന്നേനെ. സ്റ്റേ ഒന്നും കിട്ടാണ്ടായേനെ. കുറച്ച് നേരം മഴ കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലായിടവും ഇതുണ്ട്. ഇതെല്ലാം തകര ഷീറ്റാണ്. ഇതിൻ്റെ ഭിത്തിൻ്റെ മേലെ തകര ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പടപടപടപടാ സൗണ്ട് കേൾക്കും. പിന്നെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഇതുപോലുള്ള മരത്തിൻ്റെ ഈ ചെറിയ പലക വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ മേൽഭാഗം ഓപ്പണാണ്. ഒരു ഫാനാണ് നമുക്കുള്ളത്. ചെറുതായിട്ടൊന്ന് മയങ്ങിയ ഞാൻ ബാങ്ക് വിളി കേട്ടാണ് കേട്ടോ കണ്ണു തുറന്നത്. ഇന്ന് മൊത്തം വെയിലൊക്കെ കൊണ്ടതല്ലേ, അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കിടന്നപ്പോൾ ഒന്ന് മയങ്ങിയതാണ്. ശരിക്കും മഴയൊക്കെ പോയി ആകാശം ഇതാ ഇവിടെ ചുവന്ന് തുടുത്ത് അസ്തമയത്തിലേക്ക് അടുത്ത് കേട്ടോ. നമുക്കിനി ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വരാം. ഈവനിങ് ആകുമ്പം ഈ ഗ്രാമത്തിലെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണണ്ടേ. അതുകൂടാതെ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ. ഉച്ചയ്ക്ക് ആ ജ്യൂസല്ലേ കുടിച്ചുള്ളൂ. മഴ പെയ്തത് എന്തായാലും ഗുണമായി കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങി. നമ്മൾ നേരെ വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ ഒരു കുളത്തിൽ വീഴാതെ തൊട്ടിപ്പുറമുള്ളത് മസ്ജിദാണ്. ആ ഒരു മസ്ജിദിൻ്റെ സൈഡിൽ കൂടി വേണം നമ്മൾ പുറത്തോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു കടയൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോൾ ഈ കടയിലുള്ളവരോടാണ് ഈ ഒരു ഹോം സ്റ്റേ ചോദിച്ചത്. സമയം വന്നിട്ട് 6:15. സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴും ഈ ഒരു കണ്ടം കാണാൻ വേണ്ടിയിട്ട് കണ്ടത്തിനും ഒരേ കളർ, ആകാശത്തിനും ഒരേ കളർ. ഇതിൻ്റെ തൊട്ടിപ്പുറമുള്ള വീട്ടിലുണ്ടല്ലോ മുജാഹിർ, അങ്ങനെയാണ് ഈ മീനിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഒരു മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇതാണ് ഇവരുടെ വീട്. അതിനോട് ഹലോ അപ്പോൾ അതിനോട് ഓക്കേ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ ആ ഒരു നല്ല കളർഫുള്ളായിട്ട് ഇപ്പോൾ കണ്ടം മാറിയിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ അവരെന്നെ വിളിച്ചതാണ്. ഇവിടെ ഒരാളെ നോക്കി നിൽപ്പുണ്ട്. ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട്, പക്ഷെ കിട്ടുന്നില്ല. ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര തരുന്ന സുഖം ഇതാണ് കേട്ടോ. ആളുകളുടെ ജീവിതം നേരിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഫ്ലൈറ്റ് പറന്ന് പോകുന്നുണ്ടോ നിങ്ങൾ? എയർ ഏഷ്യയുടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തൊരു മലയുണ്ട്. ഈ ഒരു സ്ഥലത്തെ ഏറ്റവും ഉയരം കൂടിയ മലയാണ്. ആ മലയിൽ ഒരു 2 വർഷം മുമ്പ് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു പോകുന്നതിൻ്റെ കൂടെ താന്നു പോയിട്ട് ആ മലയിലിടിച്ച് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് പോലും. തപ്പി നോക്കിയാലോ നമുക്ക്, നാളെ ആവട്ടെ. ശരിക്കേ കണ്ടവും വെള്ളവും മീനും ഒക്കെ ആയിട്ടൊരു ആലപ്പുഴയുടെ പ്രതീതിയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തെ. പക്ഷേ ആലപ്പുഴയിൽ മലയില്ലല്ലോ, ഇവിടെ മലയുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലും ഫുഡ് അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ അവിടെ ഡിന്നറിന് മാത്രം 50,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ്. 50,000 രൂപ എന്ന് പറഞ്ഞാൽ 250 രൂപയുണ്ട് ടൂറിസ്റ്റുകൾക്ക്. അതായത് ഫോറിനേഴ്സിനുള്ള റേറ്റാണ് അവിടെ മൊത്തം. അതൊരു സീനാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് കഴിക്കാമെന്ന്. ഈ ഒരു ഭാഗത്ത് സൺസെറ്റിൻ്റെ കാഴ്ച അതീവ ഭംഗിയുള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ നമ്മൾ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ സൂര്യൻ അസ്തമിച്ച് പോയി. എനിക്ക് ശരിക്കും ഇന്ന് നല്ല ക്ഷീണമായി പോയെന്നേ, തലവേദനയൊക്കെ വന്നു. ഉച്ചയ്ക്ക് കുടിച്ച ജ്യൂസിൻ്റെ എഫക്റ്റ് ആണോ അതോ ഇന്ന് കൊണ്ട വെയിലിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ നോക്കിയേ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഫ്രഷായി. ഇനിയിപ്പോൾ വീണ്ടും പഴയതുപോലെ കാഴ്ചകൾ അന്വേഷിച്ചിറങ്ങാം. ഞാനുമേ ഈ വഴി അറിയാത്ത വഴിയെ വെച്ച് പിടിക്കുന്നത് എങ്ങോട്ടാണെന്നറിയുമോ, ഇതിൻ്റെ മെയിൻ റോഡിൻ്റെ അങ്ങോട്ടേക്ക്. ആ ഒരു ഭാഗത്ത് ഹോട്ടലുകളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് കേട്ടോ വെച്ച് പോകുന്നത്. ഇതാണ് ഗ്രാമവും മെയിൻ റോഡും ചേരുന്ന ഒരു ജംഗ്ഷൻ. ഇവരൊരു കടയൊക്കെ ഉണ്ട്. അവിടെ അയം ഗൊപ്രക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗൊപ്രക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് വലത്തേക്കൊരു റോഡ് പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്തൊരു പാലമൊക്കെ കയറി ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ വീട് ഇത് ഉണ്ടെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ കാണാൻ പറ്റും. മുകൾ ഭാഗമൊക്കെ അത് എങ്ങനെയായിട്ടുള്ളത്. പക്ഷേങ്കിൽ ഒരു വലിയ കടകളൊന്നും ഇല്ലാത്ത ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇത്. ഉണ്ടായിരുന്ന ഒരു കടയാണെങ്കിൽ ഇവിടെ ഇത് അടച്ചും പോയിട്ടുണ്ട്. അപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്തായാലും എനിക്ക് ഈ ഒരു പാലം ഒരു കൗതുകമായി തോന്നി. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പാലം കയറി നോക്കിയാലോ. പാലം കയറാൻ പാടില്ലെന്നാണ് എഴുതിയേക്കുന്നതിൻ്റെ അകത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി വരുന്നുണ്ടോ നോക്കാം. വീട്ടിൽ നമുക്ക് തീരുമാനിക്കാം. കുറച്ച് നേരം നോക്കി വന്നപ്പോഴത്തേക്കും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ധൈര്യമായി കയറും ഇറങ്ങുമൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പാലമാണ്. ഇവിടെ ചെറിയ ഏതൊക്കെയോ ബിൽഡിങ്ങുകൾ, എന്തൊക്കെയോ ഓഫീസുകളുടെ പോലത്തെയോ അതോ ഷോപ്പോ അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇവിടെ താഴെക്കൂടി ഒരു റെയിൽവേ പാലം ഇതുണ്ടെങ്കിൽ റെയിൽവേ പാളം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ മേലെ കൂടി ഒരു ഓവർ ബ്രിഡ്ജ് ഇങ്ങനെ വന്നത്. പാസഞ്ചർ ട്രെയിനൊക്കെ ഉണ്ടോ ദൈവമേ? ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ആ ഒരു കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. നൈസാണല്ലോ. ഈ പാലം ഇറങ്ങി ചെല്ലുന്നത് എന്തായാലും ഒരു ജംഗ്ഷൻ പോലെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വീണ്ടും മുമ്പോട്ടേക്ക് ഇറങ്ങുവാണ്. ശരിയാണ് കേട്ടോ, ജംഗ്ഷനുണ്ട്. ഇതാ വലിയൊരു ജംഗ്ഷനാണ്. അതായത് ഇതൊരു ഹൈവേ ആണ് കേട്ടോ. അതായത് ഇവിടുത്തെ ഈ ഒരു മക്കാസർ എന്ന് പറയുന്ന സൗത്ത് സൈഡിലുള്ള, സുലാവസി എന്ന് പറയുന്ന സ്ഥലത്തെ സൗത്ത് സൈഡിലുള്ള ഒരു പട്ടണമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോർത്ത് സൈഡിലേക്ക് ഈ ഒരു കടലിൻ്റെ തീരത്തെ കൂടി കണക്ട് ചെയ്യുന്ന വലിയൊരു ഹൈവേ പോകുന്നുണ്ട്. അപ്പം ആ ഹൈവേയിലാണ് നമ്മൾ വന്ന് മുട്ടിയേക്കുന്നത്. ഇങ്ങനെ മേലോട്ടേക്ക് പോകും. മേലോട്ടേക്ക് പോയിട്ട് നീരാളിക്കൈ പോലുള്ള ഈ ഒരു മക്കാസറിൻ്റെ അങ്ങ് സെൻട്രൽ ഭാഗം എത്തും. അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ കുറേ നീരാളിക്കൈകൾ നമുക്ക് കാണാം കേട്ടോ. എന്നൊക്കെ ഇവിടുന്ന് കുറച്ചും കൂടി താഴ്ത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയ. നേരെ വന്നിട്ട് ആ ഒരു ബ്രിഡ്ജിന് മേലെ നിൽക്കുമ്പോൾ നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലാക്കി ഇത് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മലനിരകൾ കാണാവേ. ശരിക്കും ഇത്രയും ഒരു പരന്ന പ്രദേശത്ത് ഒരു പരന്ന പ്രദേശത്ത് കുറച്ച് മലകൾ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്ന പോലെയാണ് ഈ ഒരു ഭാഗത്തെ മലനിരകളുള്ളത് കേട്ടോ. പക്ഷേങ്കിൽ അങ്ങ് ഈ മലയുടെ ബാക്ക് സൈഡിൽ വേറെ വലിയൊരു മല റേഞ്ച് തന്നെ പോകുന്നുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ മല നോക്കി നിൽക്കാതെ ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. പോകുന്ന വഴിക്ക് ചെറിയ ലൈറ്റുള്ള ഒരു കട മാത്രം കാണുന്നുണ്ട്. വെറുതെ അല്ല അവർ 50,000 രൂപ ഫുഡിന് ചാർജ് ചെയ്യുന്നത് കേട്ടോ. കാരണം വേറെ കടകളൊന്നും ഇവിടെ കാണാനില്ല ഫുഡ് കഴിക്കാൻ. കടി വാളുമോ? അവസാനം തൊട്ട് മുമ്പിൽ കണ്ട പഴം പൊരിക്കുന്ന ആ കടയിൽ ചെന്നു. പഴംപൊരി എങ്കിൽ പഴംപൊരി, എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റുള്ളൂ, ഇത് തന്നെ കഴിക്കുക ഇന്ന്. പഴംപൊരി മാത്രമല്ല കേട്ടോ, കപ്പ ഇതുണ്ടോ, കപ്പ വറുത്തതുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളതുണ്ടാക്കിയ ഒരു സാധനമുണ്ട്. പിന്നെ ഇതാ ഇവിടെ വേറെന്തൊരു ടൈപ്പ് സാധനമുണ്ട്. പിന്നെ നമ്മുടെ സമൂസയുടെ വേറൊരു പരൻ അതിവിടെയുണ്ട്. അവിടെ എന്തോ സ്വീറ്റ് ആയിട്ടുള്ള എന്തൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇവരോട് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് ഇത് കുറച്ച് പിന്നെ ഇത് കുറച്ച് മിക്സ് വാങ്ങി കേട്ടോ. അങ്ങനെ ഇവർ ഉള്ളതാണോന്നൊന്നും എനിക്കറിയില്ല. അപ്പം 8,000 രൂപയാണ് വന്നത്. അതിൻ്റെ ബാക്കി പൈസ അവിടെ നിന്ന് എണ്ണുന്നുണ്ട്. ഇവരുടെയാണ് കേട്ടോ ഷോപ്പ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഹലോ, ഇവരൊക്കെ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തെരുമക്കസി. ഓക്കെ. ഇവിടെ കുറച്ച് ഇപ്പറയായിട്ട് അയങ്കൊപ്രേക്ക് മിയങ്കൊരേങ് ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇവിടെ കയറി അത് എന്താ ഉള്ളതെന്ന് നോക്കാം. നൂഡിൽസ് നമുക്കതും കഴിക്കാം. ആകെ നൂഡിൽസ്, അതായത് ഹലോ, ഇവരിവിടെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരന് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ബക്സോ എന്ന് പറയുന്ന ഇവരുടെ നൂഡിൽസിൻ്റെ അകത്ത് മീറ്റ് ബോൾ ഇട്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ ഉള്ളിലാണെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്, ബക്സോ. ഇവർ കഴിക്കാൻ തുടങ്ങിയ ഇവർ നേരത്തെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ മാറ്റി. ഇവർ കഴിക്കുന്ന ഈ ഒരു ഡിഷിൻ്റെ പേര് പാങ്സിർ എന്നാണ് കേട്ടോ, പാങ്സിർ. അപ്പോൾ അതിനകത്ത് ചിക്കനും വേറെ എന്തൊക്കെയോ വെജിറ്റബിളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഒറിജിനൽ ബാക്സോ. ഓക്കെ,
ഇതാണ് ക്ലിയർ സൂപ്പായിട്ട് വരുന്നതാണ് കേട്ടോ ബാക്സോയെ. അപ്പം ബാക്സയേക്കാൾ ബെസ്റ്റ് ഇതായിരിക്കും തോന്നി. അപ്പം ഞാനത് ഓർഡർ പറഞ്ഞു കേട്ടോ. ഫാൻസി ഓക്കെ. ടോപ്പു ഓക്കെ ഓക്കെ. അപ്പം ഒരു പുതിയ ഫുഡ് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഐറ്റം വന്നേ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 3 മീറ്റ് ബോൾ വരുന്നുണ്ട്. പിന്നെ നൂഡിൽസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ ഏതുണ്ടെങ്കിൽ നമ്പർ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്, ഞങ്ങൾ നമ്പർ എന്നാണ് പറയുന്നത്, ആ ഒരു സാധനമൊക്കെ ഉണ്ട്. പിന്നെ നാരങ്ങ, പിന്നെ ഇത് എന്താ മുളകിൻ്റെ സോസ്, സോയാ സോസ്, പിന്നെ ചട്നി ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ കേട്ടോ. ഇതിന് ഒരു എന്താ പറയുക, ചെറിയൊരു പുളി, പിന്നെ ചെറിയൊരു മധുരം ഒക്കെ ചേർന്നൊരു ടേസ്റ്റാണ്. ഈ ബോളിൻ്റെ ടേസ്റ്റ് വന്നിട്ട് ചിക്കനും അതുപോലെ തന്നെ റൈസും കൂടി ഒരുമിച്ചിട്ടിട്ട് ഉണ്ടയാക്കിയിട്ട് ബോയിൽ ചെയ്തെടുത്തത്. നൈസ്. നൂഡിൽസിന് ടേസ്റ്റ് വരുത്തുന്ന എങ്ങനെയാണെന്ന് അറിയുമോ, ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടത് സ്പൈസ് വേണ്ടെങ്കിൽ അവർക്ക് സ്പൈസ്, പുളി വേണ്ടവർക്ക് പുളി, അതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റാക്കി കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ വേണ്ടത്. നന്നായി. അങ്ങനെ വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ പുറത്ത് ചുറ്റിക്കറങ്ങുന്നില്ല. ഇരുട്ട് നല്ലപോലെ വീണിട്ടുണ്ട്. ഞാൻ നേരെ നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് വന്നു. ഇവിടെ നമ്മളുടെ രാജ്യത്തിൻ്റെ പതാകയൊക്കെ കാണാവേ. സംഭവബഹുലമായ നമ്മളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാനിതാ നേരെ റൂമിലേക്ക് എത്തി. നേരത്തെ ഉണ്ടായിരുന്ന റൂം മാറി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ റൂമിന് ലോക്കില്ല. ഇവിടെ ഉണ്ടല്ലോ മസ്ജിദ് വന്നിട്ട് ഇതാ തൊട്ടടുത്താണ്, തൊട്ട് ചേർന്ന് തന്നെയാണുള്ളത്. ചെറിയ രീതിയിൽ ക്ലൗഡിയൊക്കെ വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മിന്നലൊക്കെ വരുന്നുണ്ട്. എന്തായാലും മഴ പെയ്തുകൊണ്ട് കുറച്ചൊരു തണുപ്പൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എണീക്കാൻ എന്തായാലും ഉണ്ടല്ലോ എന്താ പറയുക, അലാം വെക്കേണ്ട വരില്ല എന്ന് സുബഹ് നമസ്കാരം അങ്ങനെ പറഞ്ഞിട്ട് രാവിലെ ഉള്ള ഒരു നമസ്കാരമൊക്കെ ഇല്ലേ, അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ പുതിയ ബൈക്ക് റൈഡ്? പ്രതീക്ഷ പോലെ വന്നാ ഉണ്ടല്ലോ. പിന്നെ നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂഷിപ്പ് പ്രതീക്ഷ അത്രയും അങ്ങനെ ഹൈ ആയി വരുന്നില്ല, കുറച്ച് കൂടി ടൈം എടുക്കും എന്തായാലും. എന്നാലും ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക. പൈസ മുടക്കില്ലാത്ത പരിപാടി കേട്ടോ, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ലൈക്ക്, കമൻറ്റ്, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ വീഡിയോയ്ക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് അയക്കുക. ഇപ്പം ഇന്നത്തെ ദിവസമൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ വണ്ടി റെൻറ്റിനെടുത്തതും ബാക്കിയുള്ള എക്സ്പെൻസും ഒക്കെ കൂടിയായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ക്യാഷ് കയ്യിൽ നിന്നും ഈ ഒരു ഐലൻഡിൽ വന്നതിന് ശേഷം പൊട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനനുസരിച്ചുള്ള വരുമാനം നമ്മളുടെ വീഡിയോസിൽ നിന്നും ഈ വ്യൂവർഷിപ്പിലാണെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല, അതിൻ്റെ പകുതി പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം എല്ലാവരിലേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവുക. നമുക്ക് കൂടുതൽ ഇതുപോലുള്ള എന്താ പറയുക ഗ്രാമങ്ങളിലോട്ടൊക്കെ ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിത കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് കാണാം. അതുവരേക്കും ഞാൻ പോയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.